ഹലോ ഗൈസ്, വെൽക്കം ടു ആഭാസിൻ്റെ സെക്കൻഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇപ്രാവശ്യം കഴിവുകളെ പറ്റി സംസാരിക്കാൻ പോവാണ്. ഇപ്രാവശ്യം നമ്മൾ വന്നിട്ടുള്ളത് വേറൊരു പുതിയ ഗസ്റ്റുമായിട്ടാണ്. പറഞ്ഞ ഗസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യത്തെ ആളെ പോലെ അല്ല, കുറച്ചും കൂടെ എക്സ്പ്രസീവ് ആണ് അല്ലെ. നാച്ചുറൽ ആണ് ആൾ. എന്ത് ചോദിച്ചു കഴിഞ്ഞാലും വളരെ നാച്ചുറൽ ആയിട്ട് മറുപടി പറയുന്ന ഒരാളാണ്. ഇടുക്കിക്കാരനാണ്. അപ്പൊ അതിന്റേതായ ഒരു പ്യൂരിഫിക്കേഷൻ ഉണ്ടാവും അല്ലെ. ഞാൻ ഇരിക്കട്ടെ കൊച്ചേ, കേറി വന്നപ്പോ തന്നെ അങ്ങ് മനസ്സിലായില്ല. അല്ല വേണ്ട വിട്ടേ. പറയാം, നിങ്ങൾ ഗസ് ചെയ്ത് വേണമെങ്കിൽ ഇത് കര വേറെ മനെ എന്റെ നാക്കിന് തുമ്പത്ത് ഇങ്ങനെ നിക്കുന്നുണ്ടാ. പക്ഷേ എടാ അല്ലടാ കൊച്ചേ, ഇത് കര വേറെ മനെ. കുറച്ച് തേങ്ങയും കുറച്ച് പോത്തിറച്ചി ഇങ്ങനെ മേടിച്ചിട്ടുണ്ടല്ലോ, ചട്ടിയിലിട്ട് ഒലത്തിയിട്ട് അങ്ങ് കപ്പയും കൂട്ടി കഴിക്കണം. അല്ല ഇത് ചുമ്മാ തിയേറ്ററാ. ഇടുക്കിക്കാരൻ വന്നപ്പോ തന്നെ ചുമ്മാ സെറ്റിംഗ് ഗോൾസ്. വലിയ കാര്യമായിട്ടൊന്നും ചെയ്തില്ല, അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ മാത്രമേ ചെയ്തുള്ളൂ. ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് തന്നെ കഴിവുകളെ കുറിച്ചായിരുന്നു. ഇതുപോലൊരു കഴിവേറിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നമ്മൾ നല്ലൊരു കഴിവാണ് കേട്ടോ. തമാശ പറഞ്ഞല്ല, ഇത് എല്ലാവർക്കും. ഇതുപോലെ വേറെ എന്തെങ്കിലും കഴിവുണ്ടോ? വേറെ നമുക്ക് ഞാൻ തിരിഞ്ഞിട്ടാ വേണേ. ഞാനിപ്പോ ഒരു ട്രൈ ചെയ്ത് പഠിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു സാധനമുണ്ട്, ഫിറോസിക്കില്ല നമ്മുടെ നമ്മളെ മറ്റേ ചിക്കനെല്ലാം ഇങ്ങനെ തുറന്നിങ്ങനെ മസാല കേട്ട അങ്ങ് അരത്തി അങ്ങ് കുക്ക് ചെയ്തെടുക്കുന്ന കേട്ടെ കൊതിയാണ്ടാ. അപ്പൊ അയാളുടെ സൗണ്ട് ഞാൻ ട്രൈ ചെയ്യാൻ വേണമെങ്കിൽ. അയ്യോ, മെറ്റീരിയൽസ് കുറച്ച് വേണം. എന്താണ് ബ്രോന് വേണ്ടത്? ബക്കറ്റ് കിട്ടിയ ഒരു ബക്കറ്റ് മതിയോ? ഓക്കെ, അപ്പൊ നമ്മള് ഗസ്റ്റിന് വേണ്ടി നമ്മളിതാ ഒരു ബക്കറ്റ് ഒപ്പിച്ചിരിക്കുന്നത്. മെറ്റീരിയൽ കിട്ടി, നമുക്ക് പണി വാങ്ങാം. എത്രത്തോളം വില്ലേജ് ഫുഡ് ചാനലല്ലേ? വില്ലേജ് ഫുഡ് ചാനലിലെ മറ്റേതല്ലേ ചാനൽ, മറ്റേ തമിഴിലെ ചേട്ടന്മാരുടെ എന്തേലും അതായത് ചിരിക്കല്ലേ. മൈക്ക് പുറത്ത് വെക്കണോ ബ്രോ, അല്ലെങ്കിൽ അകത്ത് വെച്ചാൽ അത്ര ആക്യുറേറ്റ് ആയിട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ വെച്ചാൽ കറക്റ്റ് ആയിട്ട് കിട്ടും. ഞാൻ പറയുന്ന ചെയ്താൽ മതി. വെൽക്കം ടു ആവാസ്. അപ്പൊ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് വരും എനിക്ക് അറിയില്ല, ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് 30 കിലോന്റെ പോത്തിറച്ചി. പൊളിച്ചാ ബ്രോ, അത് അടിപൊളി കഴിവുകളെ പറ്റി പറയാൻ പറ്റിയ എപ്പിസോഡ് അല്ലേ? എന്റെ പോന് ഇത്രയൊരു കഴിവ് നമുക്ക് അങ്ങനെയൊന്നുമില്ല. ചെറുതായിട്ട് സ്റ്റേജിൽ സ്റ്റേജിൽ അങ്ങനെ നമ്മള് അങ്ങനെ പുറത്തങ്ങനെ ചെയ്യാറില്ല, ഇങ്ങനെ ഫ്രണ്ട്സിന്റെ ഇടയിൽ മാത്രമാണ് ചെയ്യുന്നത്. ഇത് വലിയൊരു കഴിവാണ് എൻ്റെ. ഇങ്ങനെ എന്താ ഇന്നോവേറ്റീവ് ആയിട്ട് ഈ ബക്കറ്റൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മിമിക്രി ചെയ്യാൻ പറ്റുന്ന പറയും. എന്തെങ്കിലും പറയണ്ടോ? ഇങ്ങനെ കഴിവ് എനിക്ക് തന്നു പോയി. അത് ഇപ്പൊ ഞാനങ്ങനെ പുറത്തേക്ക് അങ്ങനെ ആരോടും. ബ്രോ പണ്ട് മറ്റേ ബുക്ക് ഇങ്ങനെ ചുരുട്ടിയിട്ടൊരു കഴിവുണ്ടെന്ന് കേട്ടല്ലോ. അത് എല്ലാരും അറിഞ്ഞല്ലേ? ട്രൈ ചെയ്യാം. ഒരു ബുക്ക് എറിയാൻ അറിയില്ല നമ്മളെ ക്യാമറമാന്, സോറി. നിങ്ങൾ കോതങ്കലത്ത് പോയിട്ടില്ലേ? കോതങ്കലത്ത് മൈക്ക് ഞാൻ തന്നോളാം. കോതങ്കലത്ത് പോയിട്ടില്ലേ? പോയിട്ടുണ്ട്. നീ പോയിട്ടില്ലേ കോതങ്കലത്ത്? ദേവരാജല്ല, കോതങ്കലം. കോതങ്കലത്ത് പോയിട്ടില്ല. അതിനകത്ത് നമുക്ക് ബസ്സൊക്കെ അനൗൺസ്മെന്റ് ചെയ്യുന്ന ഇല്ല, അങ്ങനെ ഞാൻ കൂടുതലും പ്രൈവറ്റ് കാർസിലാണ്. ഞാനിപ്പോ കാണിക്കാം, അപ്പൊ ജസ്റ്റ് ട്രൈ ചെയ്യാം. അല്ല, എനിക്ക് സ്വന്തമായിട്ട് ബൈക്കുകളുണ്ട്, ഞാൻ അധികം ബസ്സിൽ അങ്ങ് പോകാറില്ല. ബൈക്ക് 200 അല്ല, സാധാരണ എന്റെ അവഞ്ചറിലാണ് പോവാറ്, ഹോണ്ട അവഞ്ചർ.
ഓക്കെ. അവഞ്ചറല്ലേ? ആ അതിന്റെ CC ഞാൻ നോക്കാറില്ല. ആ, എന്താ CC നോക്കാത്തെ? CC നോക്കിയിട്ട് എന്തിനാ എണ്ണ അടിച്ചാ പോരാ ബ്രോ? നീ പറഞ്ഞു മോച്ചാ. Fuel economy എത്ര കിട്ടും? ഒരു 23. എന്നടാ ചിരിക്കുന്നേ? വിട് വിട്. മൈക്ക് എടുത്ത് നോക്കണം, അല്ലെങ്കിൽ കേൾക്കൂല. ചുമ്മാ ഡുക്കാട്ടി ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഞാൻ ട്രൈ ചെയ്യാം. ട്രൈ ചെയ്തോ നീ. ട്രൈ ചെയ്തോ. കോതലപത KSRTC ബസ് പെരുമ്പാറ മൂവാറ്റുപുഴ ആലപ്പുഴ ബസ് KSRTC ഇപ്പോൾ വരും. അള്ളിയാ. മറ്റേ നാളെയാണ് അത് മതി. അതും ബക്കറ്റ് കിട്ടി കഴിഞ്ഞാൽ ബക്കറ്റ് കിട്ടി ഗൈസ് നമുക്ക്. ഇത് ബക്കറ്റിലാണോ വെച്ചിട്ട്? ട്രൈ ചെയ്തില്ല. ശപിച്ചിരിക്കുന്നു. ട്രൈ ചെയ്തോണ്ട് ട്രൈ ചെയ്യാം. നീ മിമിക്രി കാണിക്കില്ല. കപ്പുണ്ടോ? കപ്പ് കപ്പില്ല. കപ്പ് available അല്ല. എങ്ങനത്തെ കപ്പ ബ്രോ വേണ്ടേ? കപ്പില് സ്റ്റഫ് ഉണ്ട്. അല്ല, ഇല്ല. കപ്പില് കപ്പാ. കപ്പില് സോപ്പ് ഇല്ല. പാട്ടാണോ ഉദ്ദേശിക്കുന്നത്? അല്ല കപ്പ് സാധാരണ അതിനെല്ലാം പാട്ടാ. പക്ഷെ ഇത് കുഴപ്പമില്ല. ട്രൈ അതിന് പാട്ടൊന്നും അറിയില്ലടാ. ട്രൈ ചെയ്യട്ടെ ബ്രോ. അന്ന് ട്രൈ ചെയ്യ്. ട്രൈ ചെയ്യാം. മൈക്ക് ഇവിടെ പിടിക്കുന്ന നാളെയാണ് നാളത്തെ കേരള പഠിക്കുന്നുള്ളൂ. പഠിക്കുന്ന ലോട്ടറി വെക്കാൻ പഠിക്കുന്നേ ഉള്ളൂ. വിറ്റ് തുടങ്ങിയിട്ടില്ല. പറഞ്ഞ സ്ഥിതിക്ക് കുഴപ്പമില്ല അല്ലേ? എന്താ അങ്ങനെ പറഞ്ഞേ? സെറ്റപ്പ് ഇല്ലായിരുന്നല്ലോ വലിയ. വലിയ ഇല്ലേ? ഫിറോസിക്ക് എങ്ങനെയുണ്ടായി? ഫിറോസ്ക അതിലും ഗോട്ടഡ് ആയിരുന്നു സത്യം പറഞ്ഞ. ഗോട്ടോ? ഗോട്ട് ഫിറോ ആണ്. വിജയ് ഒരു ഗോട്ടാണ്. വിജയ് ഒരു വിജയിനെ പറ്റി എന്താ അഭിപ്രായം? നിങ്ങൾ പറ. എന്താ വിജയുടെ പുതിയ പാട്ടുണ്ടായിരുന്നു. ഞാൻ പാട്ട് കണ്ടോളി. എനിക്ക് ആ പാട്ട് അതിന്റെ വിഷ്വൽസ് ആണ്. ആ സിനിമാറ്റോഗ്രഫി ഉണ്ടല്ലോ, അത് ഹാൻഡ്സ് ഓഫ്. ഹാൻഡ്സ് ഓഫ്. ഹാൻഡ്സ് അല്ല. വെൽക്കം ടു ആവാസം. ഇത് പെട്ടെന്ന് എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ് വരുമെന്നാണ് എൻ്റെ പേടി. അതായത് നമ്മുടെ പേഴ്സണലി നമ്മൾ അഭിപ്രായം പറയണല്ലോ. അതായത് അതിന് ആ ഒരു ദളപതിയുടെ പുതിയ വീഡിയോ സോങ്ങിനെ പറ്റി എന്താ അഭിപ്രായം? പുതിയ വീഡിയോ സോങ് നല്ല. ബ്രോക്ക് ആ വീഡിയോയിൽ എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? എനിക്ക് ആ വീഡിയോയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് പച്ച തത്തേനെയായിരിക്കും അല്ലേ? പച്ച തത്ത പറക്കുന്ന സീനൊക്കെ. ആ തത്ത വന്നിട്ട് പിന്നെ ഒരു മാമരനാട് അവിടെ തൊട്ടുള്ള വിഷൻസ്. എനിക്ക് ആ വീഡിയോന്റെ ഓഡിയോ ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. എനിക്ക് സത്യം പറഞ്ഞാൽ വീഡിയോ ഞാൻ ട്രിപ്പായി. കാരണം അത്ര കളറായിരുന്നു അതില്. നമുക്ക് എപ്പിസോഡ് തീർത്താലോ? അത് തന്നെ ട്രിപ്പ് നമുക്ക് അടുത്ത വർഷം പോവാം. ട്രിപ്പിന്റെ കേസ് പറഞ്ഞപ്പോഴാണ് വട്ടവട പോയ ട്രിപ്പ്. നമ്മൾ കുറച്ചൊരു വട്ടവട പോയി എക്സ്പീരിയൻസ്. ആരൊക്കെ പോയ ബ്രോ? നിങ്ങളും ഫ്രണ്ട്സും ആണോ? ഞാൻ നിങ്ങളുടെ ഹോസ്റ്റലിലുള്ള ഞങ്ങള് ഫ്രണ്ട്സ്. അവർക്ക് എവിടെ ബൈക്കൊക്കെ എടുത്തിട്ട് ഒരു ബൈക്ക് മാത്രം എടുത്തു എല്ലാരും കൂടി? അല്ല ഞങ്ങള് എത്ര ബൈക്കാണ് എടുത്തേനാ? അവൻ കൂടെ വന്നോ ബ്രോ? ഇവൻ കൂടെ വന്നു. അവൻ വന്നല്ലേ? എത്ര ബൈക്ക് നിങ്ങൾ രണ്ടുപേരും കൂടി? നമ്മളൊരു 6 ബൈക്കോളം എടുത്തായിരുന്നു. 6 ബൈക്ക്. എത്ര പേരുണ്ടായിരുന്നു ബ്രോ? 6. ഓക്കെ. ഞാൻ ഇങ്ങനെ മനക്കണക്കാണ് ചെയ്യുന്നത്. ഒരു കുഴപ്പമില്ല. ഒറിജിനാലിറ്റി ബ്രോ. ഓക്കെ. 6 ബൈക്കാണ് ഞങ്ങൾ എടുത്തത്. അപ്പൊ ആരൊക്കെ ബ്രോ? ആരൊക്കെയാണോ? ഞാൻ നവനീത് സിവി. പേര് പറയണ്ട ബ്രോ, നമ്മൾ അവരുടെ പ്രൈവസി ഇഷ്യൂസ് ഇതില്. സോറി അവിടെ കട്ട് ചെയ്തു കേട്ടോ. അത് നമ്മൾ തീരുമാനിച്ചോളാം ബ്രോ. ചമ്മി. വേഗം പറയാ ബ്രോ. എന്താ പറയണ്ടേ? 10 മിനിറ്റ് തീർക്കാനുള്ള 9 മിനിറ്റ്. എന്താ പറയണ്ടേ? എടാ മറ്റേ വട്ടവടയിൽ പോയി ഞങ്ങള് ഒരു 9ഓളം പേര്. 9 ആൾക്കാർ കൂടി 6 ബൈക്ക് കണക്കായി. അല്ല 8 പേര്. 8 പേർക്ക് 6 ബൈക്ക്. 12 പേരുണ്ടായിരുന്നു. 12 പേരുണ്ടായിരുന്നു. ഞാൻ 8 പേരെ കണ്ടോളൂ ബ്രോ. ബാക്കി കണ്ണുപൊട്ടനായിരുന്നല്ലോ. 8 പേരെ ഞാൻ കണ്ടോളൂ. ഓ ബ്രോ എന്തേലും ഇട്ടിരുന്നോ അപ്പൊ കാണാണ്ടിരിക്കാൻ വേണ്ടിട്ട്? ട്രിപ്പിലല്ലേഷനോ ബ്രോ നമ്മള്. സോറി അത് മൈക്ക് ഡിസ്ട്രോയ് ചെയ്യില്ല ബ്രോ? ഇല്ല. അയ്യോ മൈക്ക് കണ്ടി. ഇല്ല പോയില്ല. ചെറിയ ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ആണ്. കണ്ടിന്യൂ ചെയ്യാം. എന്താ കണ്ടിന്യൂ ഉണ്ട്? ട്രിപ്പ്. സോ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീർന്നിരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നിരിക്കുന്നു. ഇനി ഇതുപോലത്തെ കേസ് നമ്മൾ കൊണ്ടുവരാണ്ടിരിക്കാൻ വേണ്ടി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കറപ്ഷൻസാ 2 വർഷത്തോളം തളർച്ചയിൽ കിടക്കുന്നു. എൻ്റെ സുഹൃത്തിന് വേണ്ടി
നിങ്ങളാൽ കഴിയുന്ന സംഭാവനകൾ നേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇനി നമ്മൾ ഇതുപോലത്തെ ആൾക്കാരെ ഈ എപ്പിസോഡിലേക്ക് ഈ ഷോയിലേക്ക് കൊണ്ടുവരാണ്ടിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നത്. കൊണ്ടുവരുന്നില്ലാന്ന് വിചാരിക്കുന്നു അല്ലേ? നീ ഇടുക്കിക്കാരനൊന്നും കൊണ്ടുവരണ്ടല്ലോ. അങ്ങനെ പറയല്ലേ, ഇടുക്കി ഒരു മിടുക്കിയാണ്. മറ്റേ പാട്ടൊന്ന് പാടാവോ? ഇടുക്കി പാട്ട്. മലമേലെ തിരിവെച്ച് പെരിയാറിൻ കനവിട്ട്. Okay guys, signing off. Thank you for listening to us on Abasam.